ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം നേടാൻ അഭികാമ്യവുമെന്ന് കണ്ട സ്ത്രീ അത് പറിച്ചു നിന്നു, തന്നോടൊപ്പം ഉണ്ടായിരുന്ന ഭർത്താവിനും കൊടുത്തു, അയാളും തിന്നു. നമ്മുടെ ചിന്ത, ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൻ നല്ലതാണെന്ന് തിന്നാത്ത ഇവക്ക് എങ്ങനെ മനസ്സിലായി? കാണാൻ ഭംഗിയുണ്ടെന്ന് വേണേൽ നോക്കി കാണും, പക്ഷെ ജ്ഞാനം നേടാൻ അഭികാമ്യമാണെന്നും കണ്ട് സ്ത്രീ അത് പറിച്ചു തിന്നു. അതെങ്ങനെ സ്ത്രീക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ, സ്ത്രീക്ക് വെളിപ്പാടിനാൽ മനസ്സിലായി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഫലം പറിച്ചു തിന്നാൽ ജ്ഞാനം ഉണ്ടാകും, ഇത് നല്ല ടേസ്റ്റും ഉള്ളതാണ്. എങ്ങനെ മനസ്സിലായി? വെളിപ്പാടിനാൽ മനസ്സിലായി. എങ്ങനെയാണ് വെളിപ്പാട് വന്നത്? വെളിപ്പാട് വന്നത് പ്രസംഗം കേട്ടിട്ടാണ്. ആരാ പ്രസംഗിച്ചത്? പ്രസംഗിച്ചത് നമ്മൾ അവിടെ നോക്കുമ്പോൾ സർപ്പസ്ത്രീയോട്. അപ്പോൾ ആരാ സ്ത്രീയോട് പ്രസംഗിച്ചത്? സർപ്പം. നമ്മൾ നോക്കുമ്പോൾ സർപ്പമാണോ പ്രസംഗിച്ചത്? അന്നേരം മനസ്സിലാകും സർപ്പമല്ല, സർപ്പത്തിനകത്തിരുന്നവനാണ്. സർപ്പത്തിനകത്തിരുന്ന് പ്രസംഗിച്ചവൻ, അവൻ പ്രസംഗിച്ച് ഹൗവായെ വീഴ്ച്ചു. പക്ഷെ പണി ആർക്ക് കിട്ടി? സാത്താന് കിട്ടിയോ സർപ്പത്തിന് കിട്ടിയോ എന്ന് ചോദിച്ചാൽ സർപ്പത്തിന് പണി കിട്ടി എന്നുള്ളതാണ് സത്യം. അപ്പോൾ സർപ്പം സാത്താനാണോ എന്ന് ചോദിച്ചാൽ സർപ്പം സാത്താനൊന്നുമല്ല. പക്ഷേ സർപ്പത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഉൽപ്പത്തി 3:1, യഹോവയായ ദൈവം സൃഷ്ടിച്ച സകല വന്യജീവികളിലും വെച്ച പാമ്പ് കൗശലമേറിയതായിരുന്നു. ആ ജീവിക്ക് കൗശലമുണ്ട്. അപ്പം കൗശലമേറിയ പാമ്പിനെയാണ് സാത്താൻ ഉപയോഗിക്കാൻ തിരഞ്ഞെടുത്തത്. ഇനി സാത്താൻ ആരായിരുന്നെന്ന് എസെക്കിയേലിൻ്റെ പുസ്തകം 28:14 പറയുന്നു, നീ അഭിഷിക്തനും മറയ്ക്കുന്നവനുമായ കെരൂബായിരുന്നു, നീ വിശുദ്ധമായ ദൈവപർവ്വതത്തിലാക്കപ്പെട്ടിരുന്നു, നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. അതായത് ഇവൻ വീഴുന്നതിന് മുമ്പ് ഇവൻ കെരൂബായിരുന്നു. ഈ ദൈവത്തിന് അനേക മാലാഖമാരുടെ അല്ലെ ദൂതന്മാരുടെ കൂട്ടങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ദൂതന്മാരാണ് കെരൂബുകൾ. അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് ചുറ്റും നിൽക്കുന്നവരാണ്. അതായത് കെരൂബുകളുടെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. രണ്ടാമത്തേത് സെറാഫുകൾ, ദൂതന്മാർ, അങ്ങനെ 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 താഴോട്ട് വിവിധങ്ങളായ ഗ്രേഡുകൾ അവർക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൽ ഈ കെരൂബായിരുന്നവൻ സാത്താനായി വീണ് കഴിഞ്ഞപ്പോൾ അവനായി അകത്തുനിന്ന് പ്രസംഗിച്ചത് ആത്മാവായിരുന്നവൻ. അപ്പോൾ ആ പാമ്പിനകത്തു നിന്ന് പ്രസംഗിച്ചപ്പം സ്ത്രീക്ക് വെളിപ്പാട് വന്നു. നമ്മൾ മനസ്സിലാക്കിക്കോണം, ഇന്നും ഈ കൗശലമേറിയ ആളുകളെയാണ് ഈ പ്രസംഗിക്കാൻ സാത്താൻ തിരഞ്ഞെടുക്കുന്നത്. നല്ലൊരു ശതമാനം, എല്ലാവരും നല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ലൊരു ശതമാനം. ഈ കൗശലമേറിയവർ ഇത് പ്രസംഗിക്കുമ്പോൾ അന്ന് പാമ്പിനെ ഉപയോഗിച്ചു, ഇന്ന് ഈ പ്രസംഗിക്കുന്നവരെ ഉപയോഗിക്കുന്നു. അതെങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ, അവരുടെ ഉള്ളിലെ ആത്മാവ് അവരുടെ ഈ പ്രസംഗത്തിൻ്റെ സമയത്തല്ലാത്തപ്പോൾ അവരിലൂടെ എപ്പോഴെങ്കിലുമൊക്കെ വെളി വരും. എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ സുഖം, എൻ്റെ സന്തോഷം, എൻ്റെ ഭക്ഷണം, എനിക്ക് എൻ്റേത്, ഞങ്ങൾക്ക്, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ അവർ വലിയ കൗശലക്കാരാണ്. അവരിൽ അന്ന് ഈ പ്രസംഗിച്ച പാമ്പിനകത്തിരുന്ന സാധനം ഈ വ്യക്തികളിലുണ്ട്. ഈ സാത്താൻ്റെ പ്രസംഗം കേൾക്കുന്നവർ വെളിപ്പാട് പ്രാപിക്കുമോ എന്ന് ചോദിച്ചാൽ പ്രാപിക്കുമെന്ന് തന്നെയാണ് അർത്ഥം. ഇത് ആർക്കറിയാമെന്ന് ചോദിച്ചാൽ സാത്താൻ അറിയാം.
പാമ്പിന് കൗശലം ഉണ്ടായിരുന്നെന്ന് ഞാനല്ല പറഞ്ഞത്, ബൈബിളാണ് പറഞ്ഞത്. ഇന്നത്തെ പ്രസംഗകർക്ക് കൗശലം ഉണ്ടോയെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നല്ലൊരു ശതമാനവും. അന്ന് പാമ്പിനെ തിരഞ്ഞെടുത്തത് ഏറ്റവും കൗശലമേറിയ ജീവിയായിരുന്നുകൊണ്ടാണ്. ഇന്ന് ഏറ്റവും കൗശലമേറിയ പ്രസംഗകരെയാണ് ഈ പാമ്പിനകത്ത് വ്യാപരിച്ച സാത്താൻ തിരഞ്ഞെടുക്കുന്നത്. അനുസരണക്കേടിൻ്റെ അധിപൻ എന്നാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായം അവനെ വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്നും സാത്താൻ കൗശലമുള്ളവരെ തിരഞ്ഞെടുത്ത് വളർത്തുന്നത് എന്ന് ചോദിച്ചാൽ, അവർ സ്ത്രീകളെ വശീകരിക്കും. നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയോ. ലോകത്തിലേത് സഭകളിലും ഈ വശീകരണത്തിൽ പെട്ടുപോകുന്നത് സ്ത്രീകളാണ് കൂടുതലും. നമ്മൾ കേരളത്തിലെ സഭകൾ നോക്കിയേ, ഒരുമാതിരിപ്പെട്ട സഭകളിലെല്ലാം സ്ത്രീകൾ ശുശ്രൂഷകരുടെ അടിമകളാണ്. അതുകൊണ്ട് ശുശ്രൂഷകരിൽ തന്നെ ഈ കൗശലമുള്ളവർക്ക് സ്ത്രീകളെയാണ് കൂടുതൽ ഇഷ്ടവും. എന്നാ പറഞ്ഞാലും അടിമയായിട്ട് നിന്നോളും. അവരെ കൂടുതൽ സഹകരിപ്പിക്കുന്നതായിട്ടും അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതായിട്ടും അവരെ സ്നേഹിക്കുന്നതായിട്ടും ഒക്കെ അഭിനയിച്ച് കഴിയുമ്പോൾ അവരവർക്ക് ദൈവദാസൻ എന്നോടുള്ള, എൻ്റെ മേലുള്ള ശുശ്രൂഷ, എന്നോടുള്ള താല്പര്യം, സ്നേഹം, എൻ്റെ കെട്ടിയവൻ പൊട്ടന്, എന്നോടൊരു സ്നേഹവും ഇല്ല, എൻ്റെ മേലുള്ള അഭിഷേകവും കാണുന്നില്ല, എന്നെ വളർത്തുന്നുമില്ല, എന്നാൽ ശുശ്രൂഷകൻ എത്ര കാര്യമായിട്ടാണ് എന്നെ കൊണ്ടു നടക്കുന്നത്. അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിയുമ്പം സത്യത്തിൽ ഈ ശുശ്രൂഷകൻ കൗശലക്കാരനായതുകൊണ്ട് അയാളുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് മറ്റവനായതുകൊണ്ട് ഇവരെ ഇങ്ങനെ വീഴ്ച കിടക്കുന്നതാണെന്നുള്ളത് ഇവർക്ക് അറിയത്തുമില്ല. എന്നതേലുമൊക്കെ അപകർഷണം ഇട്ട് കൊടുക്കുകയും ചെയ്യും, ശുശ്രൂഷയുടെ അപകർഷണങ്ങൾ. അപ്പോൾ അനേക സ്ത്രീകളെ വശീകരിച്ചിട്ട്, അപ്പോൾ അതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ സ്ത്രീകൾ ആദ്യമേ തന്ന് ഇവൻ്റെ ഉപദേശം എല്ലാം കേട്ട് വെളിപ്പാട് പ്രാപിച്ച് ഈ കഴിക്കരുതാത്ത ഫലം സാത്താന്യ ആത്മാവിനെ പ്രാപിക്കും. പിന്നെ കെട്ടിയവന്മാരെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അലമ്പ് ഒഴിവാക്കാൻ വേണ്ടി അങ്ങ് കീഴ്പ്പെട്ട് കൊടുക്കും. ഏതൊക്കെ അലമ്പാന്ന് ചോദിച്ചാൽ, മാനസിക അലമ്പ്, ശാരീരിക അലമ്പ്, ആത്മിക അലമ്പ്. ഇത് മൂന്നും ഒഴിവാക്കാൻ വേണ്ടി എന്നതിൽ കാണിക്കട്ടെ നോക്കും. എനിക്കറിയാം പല ന്യൂജൻ സഭകളിലും ആണുങ്ങൾ പെണ്ണുങ്ങളെ അങ്ങ് അഴിച്ചു വിട്ടിരിക്കുക. എന്നതിലും കാണിക്കട്ടെ, വീട്ടിൽ സമാധാനം ഉണ്ടല്ലോ. അതിനകത്ത് ഇപ്പോൾ എന്നതിലും തിരിച്ചു മറിച്ചൊന്ന് ചോദിച്ചാൽ ദൈവകോപം വരും കേട്ടോ, നമ്മൾ പാസ്റ്ററോട് എതിരിടരുത് കേട്ടോ. ഇവിടെ എഴുതിയേക്കുന്നു, പൗലോസ് പ്രസംഗിച്ച വചനങ്ങൾ തിരുവചനപ്രകാരമാണോ എന്ന് ബറോവിയക്കാർ ഓരോ ദിവസവും വീട്ടിൽ ചെന്ന് പരിശോധിച്ചു. അതുകൊണ്ട് അവർ ശ്രേഷ്ഠരായിരുന്നു എന്നാണ് പൗലോസ് എഴുതിയേക്കുന്ന തെസലോനിക്കക്കാരെക്കാളും. രസം അതല്ല, ഈ ബറോവിയക്കാർക്ക് വേണ്ടി ലേഖനം ബൈബിളിൽ എഴുതിയിട്ടില്ല, തെസലോനിക്കക്കാർക്ക് വേണ്ടി ലേഖനം എഴുതിയിട്ടുണ്ട്. ഈ ലേഖനം ലഭിച്ച തെസലോനിക്കക്കാരെക്കാൾ ശ്രേഷ്ഠരായിരുന്നു ബറോവിയക്കാരെന്നാണ് പൗലോസ് പറയുന്നത്. പൗലോസ് ആരാ? അപ്പസ്തോലന്മാരിൽ ഒന്നാമൻ. പേരുകൊണ്ട് പത്രോസാണേലും ചെയ്ത പണി അനുസരിച്ച് നോക്കുമ്പോൾ ഒന്നാമൻ പൗലോസാണ്. പക്ഷേ ഈ പൗലോസ് പറയുക ബറോവക്കാർ തെസലോനിക്കക്കാരെക്കാൾ ശ്രേഷ്ഠരായിരുന്നു, കാരണം ദൈവവചനം പരിശോധിച്ചു. ഇന്ന് ഈ പ്രസംഗിക്കുന്നവരുടെ ഉള്ളിൽ ഈ സാത്താനിരിക്കുമ്പോൾ അങ്ങനെ പ്രസംഗിക്കുന്ന പാമ്പുകൾ അവർ പറയുന്നത് ദൈവവചനത്തെക്കാളും കൂടുതൽ ഞങ്ങൾ പറയും. കാരണം അവർക്കിതൊന്നും നോക്കേണ്ട കാര്യമില്ല. കൃത്യമായിട്ടും ദൈവത്തിൻ്റെ വചനത്തിനപ്പുറം അത് ഒടിച്ച് മടക്കിയൊക്കെ ആരെങ്കിലും പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കോണം, അതിൻ്റെ പുറകിൽ അന്ന് പാമ്പിൽ വ്യാപരിച്ച ആത്മാവ് ഇവരിൽ വ്യാപരിക്കുന്നുണ്ട്. ഈ പ്രവചനമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പല പ്രവചനവും പറയും, തെറ്റുന്നത് ഞങ്ങളുടെ കുഴപ്പമൊന്നുമല്ല, അത് പരിശുദ്ധാത്മാവിലായതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പം അന്നത്തെ പാമ്പാണ് ഉള്ളിൽ വ്യാപരിക്കുന്നത്. പാമ്പല്ല, അന്ന് പാമ്പിൽ വ്യാപരിച്ച ആത്മാവ്. അതിനെ അനുസരണക്കേടിൻ്റെ
അധിപതിയുടെ ആത്മാവെന്ന് പറയും. അങ്ങനത്തെ ആത്മാവ് വന്നാൽ കാര്യങ്ങളെല്ലാം തകിടം മറിയും. അതുകൊണ്ട് എങ്ങനെയാണ് ഇവക്ക് ഹൗവായിക്ക് ഇത് തിന്നാനും ജ്ഞാനം പ്രാപിക്കാനും നല്ലതെന്ന വെളിപ്പാട് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ അത് സാത്താൻ പാമ്പിലൂടെ പ്രസംഗിച്ചപ്പോഴാണ്. ഇന്നും ഇങ്ങനെ തന്നെയാണ് ഈ പെണ്ണുങ്ങളെ വീഴിക്കുന്നതെന്ന് സഹോദരിമാർ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അങ്ങനെ വീണ് കഴിഞ്ഞിട്ട് അവരെന്തായാലും കാണിക്കട്ടെ എന്നും പറഞ്ഞ് അഴിച്ചുവിടുന്ന ആണുങ്ങൾ, പുരുഷന്മാർ ഈ ആദാമിനെ പോലെ വെറും പൊട്ടന്മാരാണ് എന്നതും മനസ്സിലാക്കണം. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, കർത്താവേ, സാത്താൻ ഉള്ളിലിരുന്ന് പ്രസംഗിക്കുന്നെങ്കിൽ അതിൻ്റെ പുറകിൽ ആ പ്രസംഗങ്ങൾ തിരിച്ചറിയാനുള്ള ജ്ഞാനം ദൈവം കേൾവിക്കാർ ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനത്തെ തെറ്റായി കോട്ടി മാട്ടിയൊക്കെ പ്രസംഗിക്കുന്നവരുടെ ഉപദ്രവത്തിൽ നിന്ന് അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് തിരിച്ചറിയാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും ഒരു വാക്കിനോ വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമുണ്ടെങ്കിൽ അത് ബറോവിക്കാരെ പോലെ വീട്ടിൽ ചെന്ന് വചനത്തിൽ നിന്ന് നോക്കി കണ്ട് ഗ്രഹിച്ച് അതിനനുസരിച്ച് ആ പ്രസംഗകരുമായി ഒരു ദൂരം വിട്ട് നിൽക്കുവാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വന്നാൽ മാറി അടുത്ത സ്ഥലത്തേക്ക് ഓടി അടുത്ത സങ്കേത നഗരത്തിൽ ചെന്ന് രക്ഷ പ്രാപിക്കുവാൻ ദൈവം അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.